ഹായ് ഹലോ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ജന്തുലോകം എന്നുള്ള ടോപ്പിക്കാണ്. നിങ്ങളിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? ഇനി ബാക്കിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പോൾ എല്ലാവരും നമ്മൾ മുന്നേ ഫസ്റ്റ് പറഞ്ഞത് ഇൻട്രൊഡക്ഷനിൽ ഒരു നോട്ട് ബുക്കൊക്കെ എപ്പോഴും കയ്യിൽ കരുതണം. ചെറിയ ഷോർട്ട് നോട്ടൊക്കെ എഴുതിയെടുത്തിട്ട് വേണം ഇത് പഠിക്കാനും. ഇത് നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതുള്ളത്, ഈ ഒരു ടോപ്പിക്കിലുള്ളത്. പക്ഷേ മറന്നു പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ശ്രദ്ധിച്ചിരിക്കുക. ചെറിയ ഷോർട്ട് നോട്ട്സൊക്കെ എഴുതിയിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ ജന്തുലോകമാണ് അല്ലേ? യെസ്, അതിൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്? കശേരുകികൾ, അതിൽ നട്ടെല്ലുള്ളവ, രൂപാന്തരണം. കുറച്ചേ ഉള്ളൂ അല്ലേ? നട്ടെല്ലുള്ളവയ്ക്ക് നട്ടെല്ലികൾ എന്നും പറയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ അവിടെ എഴുതിയത്. കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ പഠിച്ചു വരുമ്പോൾ കുറേ ഉണ്ട്. പക്ഷെ ഈസിയുള്ള ടോപ്പിക്കാണെന്ന് ഞാൻ ആദ്യമേ പറയണം. ഓക്കെ, കശേരുകികൾ. നമ്മൾ മുൻപ് നോൺ കോഡേറ്റുകളെ കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? യെസ്. അപ്പോൾ ഇന്ന് കോഡേറ്റകളെ കുറിച്ചിട്ടാണ്. അതായത് കശേരുകികൾ. കോഡേറ്റയിൽ പെട്ട കോഡേറ്റയാണെന്ത്? കശേരുകികൾ. അതിൽ എങ്ങനെയുള്ള ജീവികളാണ് ഉൾപ്പെടുന്നത്? നട്ടെല്ലുള്ള ജന്തുക്കൾ. അപ്പോൾ നമ്മൾ ഇത്രയും മുന്നേ പഠിച്ചത് ഏതായിരുന്നു? നട്ടെല്ലില്ലാത്തവ. ഓക്കെ, നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കണേ. മുമ്പ് പഠിച്ചതൊക്കെ ഏതായിരുന്നു? നട്ടെല്ലില്ലാത്തതാണ്. ഇനി പഠിക്കാൻ പോകുന്നത് നട്ടെല്ലുള്ള ജീവികളെ കുറിച്ചാണ്. അപ്പോൾ അത് ഏത് വിഭാഗത്തിലാണ്? കോഡേറ്റ. കോഡേറ്റ എന്ന് പറഞ്ഞാലും കശേരുകികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെയിം ആണ്. നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. ഓക്കെ, അപ്പോൾ നട്ടെല്ലുള്ള ജന്തുക്കൾ ഉൾപ്പെടുന്ന വിഭാഗമാണെന്ത്? കോഡേറ്റ. ഇതിൽ ഈ ഒരു കോഡേറ്റ വിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ പ്രത്യേകത എന്നറിയോ? ദേഹത്തിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ എത്തുന്ന നോട്ടോകോഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വേർഡ് നോട്ടോകോഡ്. ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ എത്തുന്ന നോട്ടോകോഡുള്ള എല്ലാ ജന്തുക്കളും അടങ്ങുന്ന വിഭാഗമാണ്. ഇപ്പം ഒരു ജീവി, ഇപ്പം തൽക്കാലം ഇത് പാമ്പാന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്നും ഇവിടെ വരെ എത്തുന്ന നോട്ടോകോഡ് ഉണ്ട്. എന്തിന്? ഈ വിഭാഗത്തിൽപ്പെടുന്ന ജീവികൾക്ക്. ഓക്കെ, ഇനി നമ്മൾ മനുഷ്യന്മാർക്ക് നട്ടെല്ലുണ്ടോ? ഉണ്ട് അല്ലേ? ഇതൊരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. ബാക്കി ഇവിടെ മുതൽ ഫുള്ള് നമ്മളെ ബോഡി അല്ലേ? എവിടെ മുതലാണ് നട്ടെല്ലുള്ള? ഈ ഒരു കഴുത്തിൻ്റെ പിൻവശം അല്ലേ? അവിടെ മുതൽ നമ്മൾ ഇവിടെ വരെ എത്തുന്ന നട്ടെല്ല് നമുക്കുണ്ട്. അങ്ങനെ ശരീരത്തിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ എത്തുന്ന നോട്ടോകോഡ് ഉള്ള എല്ലാ ജന്തുക്കളും. നട്ടെല്ലല്ല, നോട്ടോകോഡ്. അപ്പം നട്ടെല്ലും നോട്ടോകോഡും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നോട്ടോകോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നട്ടെല്ല് എന്നല്ല അർത്ഥമാക്കുന്നത്. ദേഹത്തെ ബലപ്പെടുത്തുന്ന ദണ്ട്. ഓക്കെ, അപ്പം നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ ദേഹത്തെ ബലപ്പെടുത്തുന്ന ദണ്ട്. അപ്പം ഈ ജീവികൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു നോട്ടോകോഡൊക്കെ ഉള്ള ജീവികൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാവും, ഒരു ആകൃതി. മറ്റേ നമ്മൾ മുമ്പ് പഠിച്ച ജീവികൾക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള ആകൃതി, അങ്ങനെ പല സംഭവങ്ങളും ഇല്ലാത്ത ജീവികളായിരുന്നു അല്ലേ? ഞാനത് ഇതിലേക്ക് വലിച്ചഴക്കുന്നില്ല. എന്നാലും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിടയ്ക്ക് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നോട്ടോകോഡ് ഉള്ള ജീവികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏതായിരുന്നു? കശേരുകികൾ എന്ന് പറഞ്ഞ വിഭാഗത്തിലുള്ള നോട്ടോകോഡുള്ള ജീവികൾ. അപ്പോൾ ഈ ജീവികളുടെ മെയിൻ സ്പെഷ്യാലിറ്റി നോട്ടോകോഡാണ്. ഓക്കെ, അപ്പോൾ ഈ നോട്ടോകോഡിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രോട്ടോകോഡേറ്റകൾ, മറ്റൊന്ന് വെർട്ടിബ്രേറ്റകൾ. ഓക്കെ, നോട്ടോകോഡേറ്റകളും വെർട്ടിബ്രേറ്റകളും. വെർട്ടിബ്രേറ്റ എന്ന് പറയുമ്പോൾ
കറക്റ്റായിട്ട് നട്ടെല്ല് എന്ന് പറഞ്ഞ സംഭവം ഉള്ള ജീവികളാണെന്ത് വെർട്ടിബ്രേറ്റുകൾ. പക്ഷേ ഈ നട്ടെല്ല് എന്ന് പറയാൻ മാത്രം എന്താ പറയുക വികസിതമായിട്ടില്ല എന്ത് പ്രോട്ടോകോഡേറ്റുകളുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വെർട്ടിബ്രേറ്റുകൾ എന്ന് പറയുമ്പം നട്ടെല്ലുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതിൽ എന്തിനെ കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല, പ്രോട്ടോകോഡേറ്റുകളെ കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. ഇവരെ കുറിച്ച് നമുക്ക് ഓവർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല കേട്ടോ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ പ്രോട്ടോകോഡേറ്റുകളെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് വണ് ഇവർ ചെറിയ ജീവികളാണ്. ഓക്കെ, പിന്നെ അവരെവിടെയാണ് താമസിക്കുക, സമുദ്രത്തിലാണ് താമസിക്കുക, അതായത് സമുദ്രത്തിലാണ് കാണപ്പെടുക. അപ്പോൾ സമുദ്രത്തിൽ കാണപ്പെടുന്ന കുറച്ച് ചെറിയ ജീവികളാണ് ഏത് ഗ്രൂപ്പിൽ പെടുന്നത്, ഈ പ്രോട്ടോകോഡേറ്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽ പെടുന്നത്. ഇനി നമ്മൾ ഈ പ്രോട്ടോകോഡേറ്റുകൾ വെർട്ടിബ്രേറ്റുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഭയങ്കര പ്രാകൃതമായിട്ടുള്ള ജീവികളാണെന്നാണ് പറയുക. കാരണം വെച്ചാൽ നമ്മൾ മുമ്പ് പഠിച്ച ജീവികളില്ലേ, അതുപോലെ തന്നെ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വളരെ സാധാരണമായിട്ടുള്ള വളരെ സിമ്പിൾ മെക്കാനിസം ഉള്ള വലിയ വലിയ എന്താ പറയുക ഉയർന്ന ഇത് കഴിവുകളൊന്നും ഇല്ലാത്ത വളരെ ചെറിയ ചെറിയ കടലിൽ ജീവിക്കുന്ന ജീവികൾ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ഒന്നും പഠിക്കാനില്ല ഇതിൻ്റെ പ്രോട്ടോകോഡേറ്റുകളുടെ. പക്ഷേ നമ്മൾ വെർട്ടിബ്രേറ്റുകളെ കുറിച്ച് നമുക്ക് എന്തുണ്ട്, നമ്മളിവിടെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. വെർട്ടിബ്രേറ്റുകൾ അഥവാ നട്ടെല്ലുള്ളവ അല്ലെങ്കിൽ നട്ടെല്ലികൾ. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ 5 ഗ്രൂപ്പിലെ ജീവികളുടെ എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. പിന്നെ ഈ ഓരോ ഗ്രൂപ്പിലും ജീവികളുടെ അഡാപ്റ്റേഷൻസ്, ആ ഗ്രൂപ്പിലുള്ള ജീവികളുടെ പ്രത്യേകതകൾ എന്താണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി ഈ നട്ടെല്ലികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ നമ്മൾ 5ആയിട്ടാണ് എന്ത് തരം തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഇഴജന്തുക്കൾ, പക്ഷികൾ, സസ്തനികൾ. ഏതൊക്കെയാണ്? ആദ്യം ഇങ്ങനെ ആലോചിച്ചാൽ മതി, ജലത്തിൽ നിന്നും ഇങ്ങനെ കരയിലേക്ക് കയറി വരുന്ന ഓർഡറിൽ. ഫസ്റ്റ് എന്താണ്? മത്സ്യങ്ങൾ. മത്സ്യങ്ങൾക്ക് എവിടെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ? ജലത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ. ദെൻ സെക്കൻഡ് വൺ ഏതാണ്? യെസ്, ഉഭയജീവികൾ. ഉഭയജീവികളുടെ പ്രത്യേകത എന്താ? അവർക്ക് വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാൻ പറ്റും. അപ്പം ഈ ഉഭയജീവികളിൽ നിന്നും പിന്നെ ഒരു സ്റ്റെപ്പും പാടെ മേലെ ആരെത്തി? ഇഴജന്തുക്കൾ. ഇവർക്ക് കരയിലാണ് ജീവിക്കാൻ പറ്റുക. ഇനി അവരെക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ് ആര്? പക്ഷികൾ. അവർക്ക് കരയിൽ ജീവിക്കാൻ പറ്റും, പ്ലസ് ആകാശത്ത് പറക്കാനും പറ്റും. പിന്നെ അവരെക്കാളൊക്കെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജീവികൾ ഏതാണ്? സസ്തനികളാണ്. എന്താണ്? സസ്തനികൾ. നമ്മളൊക്കെ ഈ സസ്തനികൾ എന്ന് പറഞ്ഞ വിഭാഗത്തിലാട്ടോ പെടുക. അപ്പോൾ നമുക്കിനി ഓരോന്നിൻ്റെയും സവിശേഷതകൾ നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, മത്സ്യങ്ങൾ. മത്സ്യങ്ങൾ എവിടെയാ? ജലത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാലോ, സിമ്പിളാണ് ഇതൊക്കെ. അപ്പോൾ എന്താ, അതിന് ജലത്തിൽ ജീവിക്കാൻ ആവശ്യമായ അനുവർത്തനങ്ങളാണ് എന്തിനുള്ളത്? അനുവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുമല്ലോ, അഡാപ്റ്റേഷൻ, അതാണ് എന്തിട്ടോ അനുവർത്തനങ്ങൾ എന്ന് പറയുന്ന സംഭവം. ഇനി ഇതെന്താണെന്ന് ആലോചിച്ച് എന്താക്കണ്ട, സമയം കളയണ്ട. ഇതിന് ജലത്തിൽ ജീവിക്കാൻ ആവശ്യമായ അനുവർത്തനങ്ങളുള്ള ജീവികളാണ് എന്ത്? മത്സ്യങ്ങൾ. അത്രയേ ഉള്ളൂ. മത്സ്യങ്ങളെ എക്സാമ്പിളൊന്നും നമ്മൾ പഠിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ കുറേ മത്സ്യങ്ങളുടെ പേര്, അത്രയും മതി. ഉഭയജീവികൾ. ഇപ്പം ഞാൻ പറഞ്ഞു മത്സ്യങ്ങളെക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ് അല്ലെ ഉഭയജീവികൾ. എന്താ പ്രത്യേകത? കരയിലും ജീവിക്കാം, വെള്ളത്തിലും ജീവിക്കാം. അപ്പം എന്താ, കരയിലും ജലത്തിലും ജീവിക്കാൻ ആവശ്യമായ അനുവർത്തനങ്ങളോട് കൂടിയ ജീവികളാണ്. പിന്നെന്താ, ഇവയ്ക്ക് ശീതരക്തമാണുള്ളത്. എന്താണ്? ശീതരക്തമാണ് ഉള്ളത്. അപ്പോൾ ഈ പോയിന്റ് എക്സ്ട്രാ കേട്ടോ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്താണ്? ശീതരക്തമുള്ള ജീവികളാണ്. ഇനി ഇതിൻ്റെ ഉദാഹരണം എന്താണ്? നിങ്ങൾക്ക് അറിയുന്ന ഉദാഹരണങ്ങളാണ് കൂടുതലും. തവളകൾ, മാക്രികൾ, സലമാൻഡറുകൾ, ന്യൂ വൈറ്റുകൾ. അതിൽ ഈ സലമാൻഡർ ന്യൂ വൈറ്റ് നിങ്ങൾക്ക് അറിയില്ല അല്ലേ. അപ്പോൾ നമുക്കതിന് പിക്ചർ കാണാം, അതാകുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു ഫെമിലിയാരിറ്റി വരും. ഇത് നമ്മൾ എന്താ പറയുക, തവള, വാൽമാക്രി,
ഇതാണെന്ത് സലമാൻഡർ. ഇതിനിങ്ങനെ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ചെകിളകൾ പോലൊരു സംഭവം ഉണ്ടാവും. അത് ഈ പിക്ചറിൽ അത്ര ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വക വരച്ച് തന്നാട്ടോ. ഓക്കെ, സലമാൻഡർ. പിന്നെ ന്യൂ വൈറ്റ്, ഇതാണ് കേട്ടോ ന്യൂ വൈറ്റ്. പിന്നെ ഇതെന്താ സിസിലിയൻ. ഇത് അത്ര ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സലമാൻഡറും ന്യൂ വൈറ്റും ഒന്ന് നന്നായിട്ട് ഓർത്ത് വെച്ചു. സലമാൻഡർ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇതിൽ. ഓക്കെ, ക്ലിയർ. ഇനി നെക്സ്റ്റ് ഇഴജന്തുക്കൾ. ഈ ഇഴജന്തുക്കളെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെ ശരീരം ശൽക്കങ്ങൾ കൊണ്ട് ആവൃതമാണ്. ഇനി ഇഴജന്തുക്കളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ശരീരത്തിൽ എന്താണ് ശൽക്കങ്ങൾ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചതായിരിക്കും. ശൽക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഒരു പാമ്പാണെങ്കിൽ ഇപ്പം പാമ്പിന് മേലെ തൊലി ഉരിയുന്ന സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ ഒരു ചെറിയ 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 ശൽക്കങ്ങൾ കൊണ്ട് ഇങ്ങനെ. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പലർക്കും ഒരു പിക്ചറൊക്കെ എടുത്ത് കുറച്ച് നന്നായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ശൽക്കങ്ങൾ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഇഴജന്തുക്കളുടെ ശരീരം. ഇനി ഇഴജന്തുക്കൾക്ക് ഉരഗങ്ങൾ എന്നും പറയും. എന്തുകൊണ്ടാണ്? അവർ ഉരകം കൊണ്ടാണ് സഞ്ചരിക്കുക അല്ലേ. ഉരകം കൊണ്ട് സഞ്ചരിക്കുന്നതായതുകൊണ്ട് ഇവർക്ക് എന്തുകൂടി പറയും? ഉരഗങ്ങൾ എന്നും പറയും. ഓക്കെ, അപ്പം ശൽക്കാവൃതമാണ്, പിന്നെ ഉരകം കൊണ്ട് സഞ്ചരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഇവർക്ക് എന്തും കൂടി പറയുന്നുണ്ട്? ഉരകങ്ങൾ എന്ന് കൂടി പറയുന്നുണ്ട്. ഇനി എന്താ എക്സാമ്പിൾ? നമുക്ക് അറിയുന്ന എക്സാമ്പിളാണ്, ഒന്നും അറിയാത്തത് ഉണ്ടാവില്ല. പല്ലി, അരണ, ഓന്ത്, പാമ്പ്, ആമ, മുതല. ഇതിലെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പാമ്പിൻ്റെത് നന്നായിട്ട് കാണാൻ പറ്റും ശൽക്കങ്ങളൊക്കെ. ഇനി പക്ഷി. എന്താണ്? വായുവിൽ സഞ്ചരിക്കാൻ ആവശ്യമായ അനുവർത്തനങ്ങളുള്ള ജീവികളാണെന്ത്? പക്ഷികൾ അല്ലേ. അവരുടെ അഡാപ്റ്റേഷനാണെന്ത്? ഈ വായുവിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത്. എന്താ പറയുക, അവരെ എല്ലിൻ്റെ പ്രത്യേകതയാണ് ശരിക്കും അവർക്ക് ഈ സഞ്ചരിക്കാൻ ഒരു കഴിവുണ്ടാക്കുന്നത്. അവരുടെ ശരീരത്തിൽ തൂവലുകളുണ്ട് അല്ലേ. ഈ തൂവലുകൾ ഉണ്ട് എന്നുള്ളത് കൂടാതെ ഇവരെ എല്ലിന് ഭയങ്കര ഭാരം കുറവാണ്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? എയർ ബബിൾസ് ഉണ്ടാവും, എയറേറ്റഡ് ബോൺസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താ, ഈ എല്ലിൻ്റെ ഭാരമൊക്കെ കുറഞ്ഞിട്ട് അവർക്ക് പറക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രത്യേകതയാണത്. അതുകൂടാതെ അവരുടെ മസിൽസ്, അങ്ങനെ ഒരുപാട് അവരുടെ ഷേപ്പ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എയറോപ്ലെയിനിൻ്റെ ഒക്കെ ഷേപ്പ് എങ്ങനെയാണ്? കറക്റ്റ് ആവില്ല, എന്നാലും ഇങ്ങനെയല്ലേ. ഇവിടെയും കൂർത്തിട്ടാണ് ഉണ്ടാവുക, ലാസ്റ്റിലും കൂർത്തിട്ടാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഇതിനിപ്പോൾ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ചത് എന്തായി? ബേർഡായി അല്ലേ. അത്രയേ ഉള്ളൂ, സെയിമാണ്. ഈ ഒരു അഡാപ്റ്റേഷൻ പറക്കാൻ ഈ ഒരു ഷേപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. അതിൻ്റെ ഷേപ്പൊക്കെ എന്തിനാവശ്യമായിട്ടുള്ളതാണ്? വായുവിൽ സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇതാണ് എന്തിനുള്ളത്? പക്ഷികൾക്കുള്ളത്. ഓക്കെ, ഇതൊക്കെ അവരുടെ ഓരോ അഡാപ്റ്റേഷൻസ് ആണ് കേട്ടോ. ഇവയുടെ ശരീരത്തിലെ രക്തമാണ് ഇവരുടെ ശരീരത്തിൻ്റെ താപനില കൃത്യമായിട്ട് നിലനിർത്താൻ ഈ പക്ഷികളെ സഹായിക്കുന്ന ഘടകം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കണേ. ഈ ഒരു പോയിന്റ്, ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയാം. ഈ ഒരു പോയിന്റ് പ്രത്യേകമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി പക്ഷികളിൽ നമ്മൾ കുറച്ച് പക്ഷികൾ അടയിരിപ്പ് കാലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയലുണ്ടാവും. കോഴീൻ്റെത് 25 ദിവസമാണ് നമുക്കൊക്കെ അറിയാം അല്ലേ. പിന്നെ പ്രാവും കുരുവിയും ഒരുപോലെയാണ്, 14 ദിവസം. ഓക്കെ, എന്താണ് 14 ദിവസം? ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണം കേട്ടോ. ഇപ്പോൾ ചോദിക്കുകയാണ് പ്രാവിൻ്റെ അടയിരിപ്പ് കാലം എത്രയാണ്. അപ്പോൾ കുറേ നമ്പർ തന്നാൽ അതിൽ നിന്ന് 14 നമുക്ക് സെലക്ട് ചെയ്ത് എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി ഒട്ടകപ്പക്ഷീൻ്റെത് 22 ദിവസമേ ഉള്ളൂ. വലിയതാ അല്ലേ. ഞാനൊക്കെ വിചാരിച്ച ഫസ്റ്റ് ഒരു 10-60 ദിവസമൊക്കെ ഇരിക്കേണ്ടി വരും. വലിയ പക്ഷിയല്ലേ, അപ്പം അതിൻ്റെ മുട്ടയാണെങ്കിൽ അത്രയും കട്ടിയുള്ള തോടൊക്കെ ആയിട്ട്. പക്ഷെ വെറും 22 ദിവസം മതി. ഇനി ലവ് ബേർഡ്സ്, കുഞ്ഞു കിളിയല്ലേ ലവ് ബേർഡ്സ്. പക്ഷെ 22 മുതൽ 23 ദിവസം വരെ എന്ത് ചെയ്യണം? അടയിരിക്കണം. വലിയ അടയിരിപ്പ് കാലം അല്ലേ നമ്മുടെ ലവ് ബേർഡ്സിൻ്റെത്. നിങ്ങൾ വീട്ടിലൊക്കെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. എനിക്കറിയില്ലായിരുന്നു കേട്ടോ ലവ് ബേർഡ്സ് ഇത്ര കുറേ സമയം വേണമെന്ന്. ഞാൻ വിചാരിച്ച ഈ പ്രാവും കുരുവിയൊക്കെ പോലെ വളരെ കുറച്ച് ദിവസം മതിയെന്നായിരുന്നു പണ്ടൊക്കെ വിചാരിച്ചത്. പക്ഷെ ഇതിന് 22 മുതൽ 23 ദിവസം വരെ എന്ത് ചെയ്യണം? അടയിരിക്കണം. ഇനി പക്ഷി നിരീക്ഷണം.
ഈ ഒരു മേഖലയിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. ഇതിൽ പക്ഷി നിരീക്ഷണത്തിന് ഏറ്റവും പറ്റിയ ഒരു സമയം ഏതാ? നല്ല ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലത്ത് പക്ഷികൾ ഉണ്ടാവുമോ? നല്ല ചെണ്ടകൊട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജിൽ പരിപാടി ഇല്ല, ഭയങ്കര ശാന്തമായിട്ട് ഓവർ സൗണ്ടൊന്നും ഇല്ലാത്തൊരു സമയമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു സ്ഥലമായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താ അതിരാവിലെ അതുപോലെ തന്നെ വൈകുന്നേരം എന്ന് പറയാനുള്ള കാരണം ഈ പക്ഷികളൊക്കെ എന്താ പറയുക കൂടണിയുന്നൊരു സമയമല്ലേ, ആ ഒരു സമയം. ആ സമയത്ത് നമുക്ക് ഏറ്റവും നല്ല സമയമാണെന്ത് പക്ഷി നിരീക്ഷണത്തിന്. ഓക്കെ, അതിരാവിലെയും വൈകിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പക്ഷികളെ സമീപിക്കേണ്ടത്? 5-6 ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് പാക്കാൻ പോകണം, നമുക്ക് ടൂർ പോകണ പോലെ എല്ലാവരും പാടെ കലവിൽ സംസാരിച്ച് അങ്ങനെയാണ് പോവുക? അല്ല, ഒച്ചയോ അനക്കോ ഒന്നും ഇല്ലാണ്ട് ഭയങ്കര സൈലൻ്റ് ആയിട്ട് വേണം എന്ത് നമ്മൾ ബേർഡ്സിൻ്റെ അടുത്തേക്ക് അവരെ നിരീക്ഷിക്കാൻ വേണ്ടി പോവാൻ. അതെന്നെ തൊട്ടടുത്ത് നിന്ന് നോക്കാമെന്നൊന്നും നമ്മൾ വിചാരിക്കണം. നമ്മളെ സൗണ്ട് വെച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, അവർ പാട്ടിന് പോകും. സോ ഒരു അകലമൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. കുറച്ച് ദൂരെ നിന്ന് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ അവരെ നിരീക്ഷിക്കാൻ. എന്താണ്, ദൂരെ നിന്നുമാണ് എന്ത് നിരീക്ഷിക്കേണ്ടത്. ഇനി അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബൈനോക്കുലർ ഉപയോഗിക്കാം. കുറച്ച് പണിയുള്ള പണിയാണ് അല്ലേ പക്ഷി നിരീക്ഷണം. ഓക്കെ, ഇനി നവംബർ 12 നമ്മുടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് കേട്ടോ. നവംബർ 12 ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്താ പറയുക, നമുക്ക് ഏതാണ് പക്ഷി നിരീക്ഷണ ദിനം എന്ന് ചോദിക്കുമ്പോൾ നവംബർ 12 എന്ന് പറയാൻ പറ്റണം. ഇനി എന്തുകൊണ്ടാണ് ഈ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് അറിയോ? അത് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകനായിട്ടുള്ള ഡോക്ടർ സലീം അലിയുടെ എന്താണ് ജന്മദിനമാണെന്ത് നവംബർ 12. ഓക്കെ, ഇദ്ദേഹം എന്താ പറയുക ഒരുപാട് സംഭാവനകൾ ഈ ഒരു മേഖലയിൽ നൽകിയിട്ടുള്ള ഒരാളാണ്. ആര്? ഡോക്ടർ സലീം അലി. ഓക്കെ, ഇദ്ദേഹം എഴുതിയ 2 ബുക്സാണ് ബേർഡ്സ് ഓഫ് ഇന്ത്യ, പിന്നെ ബേർഡ്സ് ഓഫ് കേരള. ഏതൊക്കെയാണ്? ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള. പിന്നെ ഒരു കുരുവിയുടെ പതനം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എന്താണ് ആത്മകഥയാണ്. ഓക്കെ, ഒരു കുരുവിയുടെ പതനം. ഓക്കെ, ഇങ്ങനെ 3 ബുക്സാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. 2 അദ്ദേഹം ബേർഡ്സിനെ കുറിച്ച് എഴുതിയതാണ്. എന്ത്? ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള. പിന്നെ ഒരു കുരുവിയുടെ പതനം എന്നുള്ളത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഓക്കെ, ഇനി നമ്മൾ പക്ഷികളൊക്കെ വിട്ട് അടുത്ത സ്റ്റേജിൽ കയറി. ആരെ? സസ്തനികൾ. ഏറ്റവും മുകളിൽ വരുന്ന ജീവികളാണെന്ത്? സസ്തനികൾ. അത് നമ്മളൊക്കെ ഈ ഒരു വിഭാഗത്തിലാട്ടോ പെടുന്നത്. ഈ ജീവികളുടെ പ്രത്യേകത എന്താണ്? പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലപ്പാൽ കൊടുത്ത് വളർത്തുന്ന ജന്തുക്കളാണ് ആര്? സസ്തനികൾ. ഓക്കെ, പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണെന്ത്? സസ്തനികൾ. ഈ ജീവികളിൽ മാമറി ഗ്ലാൻസ് അഥവാ ക്ഷീരഗ്രന്ഥികൾ കാണപ്പെടുന്നുണ്ട്. ഈ ക്ഷീരഗ്രന്ഥികളാണ് എന്തുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സസ്തനികളെ സഹായിക്കുന്നത്. ഓക്കെ, ഇതാണ് ക്ഷീരഗ്രന്ഥികൾ അഥവാ മാമറി ഗ്ലാൻഡുകൾ. ഓക്കെ, ആർക്കാണുള്ളത്? സസ്തനികൾക്ക്. ഇവ എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? യെസ്, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ? നോട്ട് ചെയ്ത് വെക്കണേ, ഈ പേരൊക്കെ മറന്നു പോകും. ഇനി എല്ലാത്തിലും എന്താ പറയുക, എവിടെ പോയാലും തലതെറിച്ച കുറച്ചെണ്ണം ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ ഈ ഗ്രൂപ്പിലും ഈ നിയമങ്ങൾ അനുസരിക്കാത്ത കുറച്ച് പേരുണ്ട്. അവരാണെന്ത്? എക്കിഡിനെ പ്ലാറ്റിപ്പസും. ഇവരെന്ത് ചെയ്തു? പ്രസവിക്കില്ല. അതിൻ്റെ പകരം എന്ത് ചെയ്യും? മുട്ടയിടും. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യും? പാലൂട്ടി വളർത്തും. അപ്പോൾ ഇവർ ഈ സസ്തനികളിൽ പെടാൻ കാരണം എന്താ? ഇവരിൽ എന്തുണ്ട്? യെസ്, വെരി ഗുഡ്, കറക്റ്റ്. മാമറി ഗ്ലാൻസ് ഉണ്ട്, അതായത് ക്ഷീരഗ്രന്ഥികൾ ഉണ്ട്. ആർക്കൊക്കെ? ഇതാണ് കേട്ടോ എക്കിഡിന. പ്ലാറ്റിപ്പസ്.
ഓക്കെ. എക്കിഡ്നയ്ക്കും പ്ലാറ്റിപ്പസിനും എന്തുണ്ട്? മാമറി ഗ്ലാൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് സസ്തനികളിൽ പെടുന്നത്. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസവിക്കാൻ കഴിയില്ല. പകരം മുട്ടയിട്ട് അടയിരുന്ന് കുട്ടികളൊക്കെ വിരിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പാലൂട്ടി വളർത്തും. ഓക്കെ. ഇനി ഒരു ഡിഫറൻസ് ഉള്ള സസ്തനിയാണ് ആര്? വവ്വാല്. വവ്വാല് പക്ഷിയല്ല. വവ്വാൽ എന്താണ്? സസ്തനിയാണ്. വവ്വാല് പ്രസവിച്ചിട്ട് പാലൂട്ടി വളർത്തുന്ന ഒരു ജീവിയാണ്. പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, പറക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ദെൻ നമ്മളെ ലാസ്റ്റ് ടോപ്പിക്കാണിത്, രൂപാന്തരണം. ഇമ്പോർട്ടൻ്റ് ആണ് രൂപാന്തരണം. രൂപം എന്ന് പറഞ്ഞാൽ എന്താ? ആകൃതി, നമ്മളെ രൂപം അല്ലേ, നമ്മളെ കാണാൻ എങ്ങനെയാണ്, നമ്മളെ ഫിഗർ എങ്ങനെയാണ് അല്ലേ. അപ്പം ഈ രൂപാന്തരണം എന്ന് പറയുമ്പം ഈ കാണാനുള്ള പ്രത്യേകതയെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ മുന്നേ നിങ്ങളെ പറഞ്ഞില്ലേ, റിലേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ള, അല്ലെ വേർഡുകൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക, അതിവിടെ പ്രയോഗിച്ചിട്ടോ. രൂപാന്തരണം നമ്മുടെ രൂപം വെച്ച് എന്തോ ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്ത രൂപമായിരിക്കും ഉണ്ടാവുക. യാതൊരു അമ്മേനെ പോലെയല്ല കുട്ടികൾ, മനസ്സിലായോ? അമ്മേനെ പോലെ അല്ലാത്ത കുട്ടികളുണ്ടാവും മുട്ട വിരിഞ്ഞിട്ട്. ഓക്കെ. തീരെ രൂപസാദൃശ്യമില്ല ആര് തമ്മിൽ? മാതൃജീവിയും അതിൻ്റെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞും തമ്മിൽ യാതൊരു രൂപസാദൃശ്യം ഇല്ല. അങ്ങനെയുള്ള സംഭവമാണ് എന്ത്? ലാർവകൾ. ഓക്കെ. രൂപാന്തരത്തിൻ്റെ ഫസ്റ്റ് സംഭവം എന്താണ്? ലാർവകൾ എന്നുള്ള സംഭവമാണ്. ഇനി എന്താ രൂപാന്തരം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഇതിൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് യാതൊരു എന്താണ് സാദൃശ്യവും ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു യാതൊരു രൂപസാദൃശ്യം ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്? ലാർവകൾ. ഈ ലാർവ നിങ്ങൾ ഏതിൻ്റെങ്കിലും കേട്ടിട്ടുണ്ടോ? എപ്പോഴും കേൾക്കുന്ന ലാർവ ആരതാ? നമ്മൾ ശല്യക്കാരനായിട്ടുള്ള കൊതുകിൻ്റെ അല്ലേ, എപ്പോഴും കൊതുകിൻ്റെ ലാർവ, കൊതുകിൻ്റെ മുട്ട, അത് നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡ്രൈ ഡേ ആചരണത്തിൻ്റെ ഭാഗത്തിലൊക്കെ നമ്മൾ കേൾക്കുന്ന സംഭവമല്ലേ. യെസ്. ഈ ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ പക്ഷേ കുറേ സ്റ്റേജ് കഴിഞ്ഞിട്ട് പതിയെ പതിയെ ആരെപ്പോലെ തന്നെ ആയിട്ട് മാറും. അതിൻ്റെ അമ്മേനെ പോലെ, അതായത് അതിൻ്റെ മാതൃജീവിനെ പോലെ തന്നെ ആയിട്ട് മാറും. ഓക്കെ. ഈ ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ ഘട്ടങ്ങളിലൂടെ പോയിട്ട് എന്തായിട്ട് മാറും? മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപത്തിലേക്ക് മാറും. ആ ഒരു പ്രോസസ്സില്ലേ മാറുന്ന, ഒരു രൂപസാദൃശ്യം ഇല്ലാത്ത കുഞ്ഞ് ശരിക്കും വളർന്ന് 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 ആരെപ്പോലെ തന്നെ ആവും? അമ്മേനെ പോലെ തന്നെ ആവും. ആ ഒരു പ്രോസസ്സില്ലേ, അല്ലെങ്കിൽ ആ ഒരു വളർച്ചാ ഘട്ടങ്ങൾ, അല്ലെ അതിൻ്റെ ആ ഒരു രീതി, ആ സംഭവത്തിന് പറയുന്ന പേരാണെന്ത്? രൂപാന്തരണം. എന്താണ്? മാറുന്നതാണ് എന്ത്? രൂപാന്തരണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇതൊന്നും നിങ്ങൾ ഇതേപോലെ കാണാണ്ട് പഠിക്കൊന്നും വേണ്ട കേട്ടോ. സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. യാതൊരു രൂപസാദൃശ്യവും ഇല്ലാത്ത ലാർവ എന്താവും? കുറേ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ അമ്മേനെ പോലെ ആകുന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണെന്ത്? രൂപാന്തരണം. ഓക്കെ. ഇതിന് ഉദാഹരണം നമ്മൾ 1, 2, 3 3 കൊടുത്തത്. 1 തവളയുടെ രൂപാന്തരണം, 2 കൊതുകിൻ്റെ രൂപാന്തരണം, 3 ചിത്രശലഭത്തിൻ്റെ രൂപാന്തരണം. ഓക്കെ. ഫസ്റ്റ് 1 തവളയുടെ രൂപാന്തരണം. തവള ഏതായിരുന്നു? ഉഭയജീവിയായിരുന്നു അല്ലേ. അത് കരയിലാണ് കൂടുതൽ സമയം എന്ത് ചെയ്യുക? ജീവിക്കുക. വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. അപ്പം ഈ കരയിൽ ജീവിക്കുന്ന തവള എന്ത് ചെയ്യും? വെള്ളത്തിൽ മുട്ടയിടും. വെള്ളത്തിൽ മുട്ടയിട്ടിട്ട് മുട്ട വിരിഞ്ഞിട്ട് ഉണ്ടാവുന്ന കുട്ടീനെ കാണാൻ മീനിനെ പോലെയാണ് ഉണ്ടാവുക. വാൽമാക്രി എന്ന് പറയും. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ തവളാമട്ടൽ എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ വേറെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനൊക്കെ ഓരോന്നിനും കുറേ വെറൈറ്റി പേരുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മളൊക്കെ പണ്ട് ഈ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ മീനിനൊക്കെ വളർത്താൻ ആഗ്രഹിക്കുമ്പോൾ വീട്ടുകാരൊന്നും വാങ്ങി തന്നില്ലെങ്കിൽ ഏതെങ്കിലും തോട്ടിലൊക്കെ പോയി മുക്കി പിടിച്ചുകൊണ്ട് വരും. അധികം ഈ വാൽമാക്രീനെയൊക്കെ അതിനെ കുറേ ദിവസം വെള്ളത്തിലിട്ട് ഏതെങ്കിലും കുപ്പിയിലൊക്കെ ഇട്ട് വലുതാക്കുമ്പോഴാണ് കാണുക അതിൻ്റെ ആകൃതിയൊക്കെ മാറി മാറി പിന്നെ അത് ആരെപ്പോലെ ആയിട്ട് വരും?
അതിൻ്റെ അമ്മേനെ പോലെ ആയിട്ട് വരും, തവളേനെ പോലെ. അപ്പോഴാണ് നമുക്ക് പിടിയിട്ട് അയ്യോ ഇത് മീനല്ല, ഇത് തവളേൻ്റെ കുട്ടിയാണെന്ന്. ഓക്കെ, അപ്പം മുട്ട വിരിച്ചിട്ട് എന്ത് വരും? മീനിനൊക്കെ പോലെയുള്ള വാൽമാക്രി വരും. പിന്നെ അത് പതിയെ പതിയെ എന്താവും? തവളേൻ്റെ പല പല ക്യാരക്ടേഴ്സ് വരും. തവളയ്ക്ക് വാലില്ല കേട്ടോ, പക്ഷേ ഈ വാൽമാക്രിക്ക് എന്തുണ്ട്? വാലുണ്ട്. ഓക്കെ, അപ്പം മുട്ടയെന്നും വാൽമാക്രി ആയിട്ട് പിന്നെ അത് പതിയെ തവള തന്നെ ആയിട്ട് മാറും. ഇതാണെന്ത്? തവളയുടെ രൂപാന്തരണം. ഇനി നമ്മളെപ്പോഴും കേൾക്കുന്നത് നമ്മുടെ കൊതുക്. കൊതുകിൻ്റെതും കൊതുക് എവിടെയാണ് മുട്ടയിടുക? വെള്ളത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അധികം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാട്ടോ കൊതുക് മുട്ടയിടുക. അപ്പം നമ്മൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഒഴിച്ച് കളയണം, അല്ലെങ്കിൽ കൊതുക് മുട്ടയിട്ട് എന്ത് ചെയ്യും? പെരുകും എന്നൊക്കെ പറയുന്നത്. ചെറിയൊരു ചിരട്ടയിലുള്ള വെള്ളമായാലും മതി കൊതുകിന്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാത്രങ്ങളും ചിരട്ടയൊക്കെ കമഴ്ത്തി വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഡ്രൈ ഡേ ആചരണത്തിൻ്റെ സമയത്ത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പോയിട്ട് കൊതുക് മുട്ടയിടും. കൊതുക് മുട്ടയിട്ടിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പുഴുവിനെ നിങ്ങൾ കണ്ടിട്ടില്ല? ഇങ്ങനെ നുരയ്ക്കുന്ന പുഴുക്കുട്ടികൾ. യെസ്, അങ്ങനത്തെ കുറേ പുഴുക്കുട്ടികൾ. അതിൻ്റെ പേര് കൂത്താടി എന്നാണ്. ഒരുപാട് കൂത്താടികളുണ്ടാവും, ഒരുപാടുണ്ടാവും. ഒന്നും രണ്ടും ഒന്നുമല്ല, ഒരുപാട് കൂത്താടികൾ. അപ്പം നമ്മൾ ആ കൂത്താടിയുള്ള സമയത്ത് ആ വെള്ളം മറിച്ച് കഴിഞ്ഞാൽ ആ കൂത്താടികൾ എന്ത് ചെയ്യും? ചത്തുപോകും. പക്ഷേ അതിനെ അവിടെ തന്നെ നമ്മൾ ഇളക്കാതെ ആ വെള്ളം കൊടുത്ത് ഭയങ്കര സൗകര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരായിട്ട് മാറും? നമ്മൾ വില്ലനായിട്ടുള്ള കൊതുകായിട്ട് മാറും. ഓക്കെ, മുട്ട വിരിഞ്ഞ് കൂത്താടി ഉണ്ടാവും. കൂത്താടി കൊതുകിനെ പോലെയല്ല കാണാൻ, പുഴുവിനെ പോലെയാണ് ഉണ്ടാവുക. പിന്നെ അതെന്തായിട്ട് മാറും? കൊതുകായിട്ട് മാറും. ഇതാണെന്ത്? കൊതുകിൻ്റെ രൂപാന്തരണം. ഓക്കെ, അപ്പോൾ ഇതിൽ ലാർവ എന്ന് പറയുന്നത് ഏതാ? ഈ കൂത്താടിയാട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ വാൽമാക്രീൻ്റെ കേസിലുള്ള ലാർവ എന്ന് പറയുന്ന ആരാ? വാൽമാക്രിയാണ് ലാർവ. ഓക്കെ, അമ്മേനെ പോലെ അല്ലാത്ത കുട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്? ചിത്രശലഭത്തിൻ്റെ രൂപാന്തരണം. ചിത്രശലഭം എവിടെയാണ് മുട്ടയിടുക? വെള്ളത്തിലാണോ? ഇത്ര സമയം നമ്മൾ വെള്ളത്തിന് മുട്ടയിടുന്ന കാര്യമല്ലേ പറഞ്ഞ പല പല ജീവികളും. ചിത്രശലഭം മുട്ടയുടെ അധികം നമ്മുടെ ഇലയില്ലേ, ഇലേൻ്റെ അടിയിലാണ് അധികം ഇടുക. ഓക്കെ, ഇലയുടെ അടിയിൽ നല്ല വൃത്തിക്ക് ഇങ്ങനെ നല്ല തിരുതി പോലെ ഇങ്ങനെ മുട്ടയിട്ടിട്ട് അമ്മ പറന്നു പോകും. കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാർവ ഇങ്ങനെ വലിയ പുഴു, നല്ല ഭംഗിയുണ്ടാവും ആ പുഴുവിനെ കാണാൻ. ആ പുഴുക്കൾ കുറേ ഉണ്ടായി വന്നിട്ട് എന്ത് ചെയ്യും? ആ പുഴു ഇങ്ങനെ മൂവ് ചെയ്യും പല പല ഇലയിലേക്ക്. എന്നിട്ട് ഈ ഇലകളൊക്കെ തിന്ന് കുറേ ദിവസം കഴിയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഇലയിൽ പോയിട്ട് എന്ത് ചെയ്യും? ആ ഇല ചുരുട്ടിയിട്ട് എന്തായിട്ട് മാറും? പ്യൂപ്പായിട്ട് മാറും. അങ്ങനെ പ്യൂപ്പായിട്ട് കുറേ ദിവസം ഫുഡൊന്നും ഇല്ലാണ്ട് കിടന്ന് പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്യും? ആ പ്യൂപ്പ പൊട്ടിയിട്ട് നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള പറക്കാനൊക്കെ പറ്റുന്ന ചിറകുകളൊക്കെ ഉള്ള ചിത്രശലഭമായിട്ട് മാറും. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ രൂപാന്തരണം പിടികിട്ടിയില്ലേ? അപ്പോൾ ഇതൊന്നും ഉദാഹരണത്തിൽ എന്താ ഇതിൻ്റെ ലാർവകളെ പേര് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോട്ടോ. കൂത്താടി കൊതുകിൻ്റെത്, തവളേൻ്റെത് വാൽമാക്രി. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സംഭവം സിമ്പിൾ ടോപ്പിക്കാണ്. പക്ഷെ എന്താണ്, ചില പോയിൻറ്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, മറക്കാൻ പാടില്ല. അപ്പോൾ എന്തിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്? കശേരുകികളെ കുറിച്ച് പഠിച്ചു, പിന്നെ നട്ടെല്ലികളെ കുറിച്ച് പഠിച്ചു, ലാസ്റ്റ് നമ്മൾ രൂപാന്തരണം പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, സി യു.